If you're still searching for an internship opportunity, then this is SciHi with another exciting summer internship opportunity for you. And the opportunity is provided by NICER Bhubaneswar. NICER അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഒഡീഷയിലെ ഭുവനേശ്വറിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള നൈസർ പ്രൊവൈഡ് ചെയ്യുന്ന സമ്മർ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നൈസറിലെ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു പെർട്ടിക്കുലർ സമ്മർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. സോ നമ്മുടെ രാജ്യത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും UG അല്ലെങ്കിൽ PG കോഴ്സസ് പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്, അവരുടെ സ്കിൽ ആൻഡ് റിസർച്ച് എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നൈസറിനെ കുറിച്ചുള്ള മറ്റു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇതുപോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മോർ അപ്ഡേറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, ഇൻറ്റേൺഷിപ്സ്, റിക്രൂട്ട്മെൻറ്റ്സ് ന്യൂസ് എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് അഷ്യൂർ ചെയ്യുക. സോ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം എയിം ചെയ്യുന്നത് UG PG സയൻസ് സ്റ്റുഡൻസിനെയാണ്. UG PG സയൻസ് കോഴ്സസ് പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് എയിം ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, റിസർച്ച് ഓർ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സയൻസ് സ്ട്രീമിൽ UG ഓർ PG ഡിഗ്രി പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ്. സോ ഇത് UG PG സയൻസ് സ്റ്റുഡൻസിന് മാത്രമല്ല, സോഷ്യൽ സയൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് പെർസ്യൂ ചെയ്യുന്ന UG PG കോഴ്സസ് പെർസ്യൂ ചെയ്യുന്നവർക്കും അപ്ലൈ ചെയ്യാം. ബട്ട് ഇവർ മോർ പ്രിഫറൻസ് കൊടുക്കുന്നത് UG PG സയൻസ് സ്റ്റുഡൻസിനാണെന്ന് മാത്രം. സോ ബോത്ത് കാറ്റഗറീസ്, വെദർ യു ആർ എ സോഷ്യൽ സയൻസ് ഓർ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് ഓർ എ സയൻസ് സ്റ്റുഡൻറ്റ്, എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ബിക്കോസ് നമ്മൾ ഓൾറെഡി അത് ക്ലാരിഫൈ ചെയ്യുന്നതാണ്, ബോത്ത് സ്റ്റുഡൻസ് ക്യാൻ ബി അപ്ലൈഡ്. സോ നൈസറിലെ ഈ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതെങ്കിലും ഫാക്കൽറ്റീസ്, അഥവാ ഇവർ 3 ഫാക്കൽറ്റീസും അവരുടെ പ്രോജക്ട്സുമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അവരുടെ അണ്ടറിലായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോജക്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് അവർ ഈ ഒരു പെർട്ടിക്കുലർ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് കംപ്ലീഷൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളതും ഈ ഒരു പെർട്ടിക്കുലർ നോട്ടിഫിക്കേഷനിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇതിന് ജനറൽ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു പെർട്ടിക്കുലർ സമ്മർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് 2 months ഡ്യൂറേഷനാണ്, അഥവാ May 15th തൊട്ടിട്ട് July 31st 2025 വരെയാണ് ഈ ഒരു ടെന്യൂർ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും മേ ബി അപ്പോൺ അവർ പെർഫോമൻസ്, ഇഫ് യു ആർ ലക്കി യു വിൽ ഗെറ്റ് ആൻ എക്സ്റ്റൻഷൻ, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ ഇതിന് മുന്നേ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം SHSS നൈസർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു പ്രാവശ്യം ഇതിൽ അറ്റൻഡ് ചെയ്തവർ വീണ്ടും അറ്റൻഡ് ചെയ്തിരുന്നാൽ പോലും അവർ കൺസിഡർ ചെയ്യില്ല എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് 3 ഫാക്കൽറ്റീസിൻ്റെ ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ പ്രണയ് സ്വൈൻ, ഡോക്ടർ അമരേന്ദ്രദാസ്, ഡോക്ടർ ജോ വർഗീസ് എൽദോ. അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഏരിയാസും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇവരുടെ ആരുടെയെങ്കിലും അണ്ടറിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. സോ അവർക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. സോ അവരുടെ പേര്, ആരുടെ അണ്ടറിലാണോ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ ആപ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്യണം എന്നുള്ളത് അവർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഫാക്കൽറ്റീസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്, ആ പ്രോജക്റ്റിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ സെൻഡ് ചെയ്യണം എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒരു പെർട്ടിക്കുലർ ഫാക്കൽറ്റിയുടെ അണ്ടറിൽ നമ്മൾ സെലക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ആളുടെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്യണം, മറ്റൊരു ഫാക്കൽറ്റിയുടെ അണ്ടറിലോട്ട് മാറാൻ പറ്റില്ല എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഫിനാൻഷ്യൽ സപ്പോർട്ട് എമൗണ്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ആസ് പെർ ദ നോംസ് അവർ ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ പേരും അതുപോലെ തന്നെ അവരുടെ റിസർച്ച് ഏരിയാസും മെൻഷൻ ചെയ്യുന്ന ഒരു ടേബിൾ. ദെൻ ഹൗ ടു അപ്ലൈ എന്നുള്ളതാണ് നെക്സ്റ്റ്. ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ത്രൂ മെയിലാണ്. മെയിൽ ത്രൂ ആപ്ലിക്കേഷനാണ് ഇവർ ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ അനക്സർ 1 ആയിട്ട് അവർ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോമും അതുപോലെ തന്നെ അതിൻ്റെ സ്കാൻഡ് കോപ്പി, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിൻ്റെ സ്കാൻഡ് കോപ്പി എലോങ് വിത്ത് ബോൺഫൈഡ് കം നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്,
ഒരു ബോൺഫൈഡ് കം നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമുണ്ട്. അതിൻ്റെ ഫോർമാറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് രണ്ടും കൂടി ഒരു സിംഗിൾ PDF ആയിട്ടാണ് നമ്മൾ മെയിൽ ID-യിലോട്ട് അയക്കേണ്ടത്. മെയിൽ അയക്കേണ്ടത് നമ്മൾ ആരുടെ അണ്ടറിലാണോ ഇൻട്രസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് അവരുടെ മെയിലിലോട്ടാണ്. മെയിൽ ID ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 3 ഫാക്കൽറ്റിയുടെയും. ദെൻ ഈ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് April 30th ആണ്. April 30th 2025. ഈ പറയപ്പെട്ട ടെന്യൂറിൻ്റെ April 30th ശേഷം വരുന്നതും അതുപോലെ തന്നെ ബോൺഫൈഡ് കം നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് അല്ലെങ്കിൽ അറ്റാച്ച്ഡ് അല്ലാത്തതുമായ ഒരു അപ്ലിക്കേഷൻസും അവർ റിസീവ് ചെയ്യില്ല ആൻഡ് കൺസിഡർ ചെയ്യില്ല എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് അവരുടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേറ്റൻറ്റ് വർക്ക്സ് അതുപോലെ തന്നെ ഡാറ്റ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പ്രൈമറി ഓതർഷിപ്പ് പോകുന്നത് നൈസർ ഭുവനേശ്വറിനായിരിക്കും. നമുക്കതിൽ റൈറ്റ്സ് ഉണ്ടാവില്ല. നമ്മളതിൽ കോ ഓതേഴ്സ് അല്ലെങ്കിൽ കോ ഇൻവെൻറ്റേഴ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ക്യാമ്പസിന് ഉള്ളിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ അതുപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റൽ അക്കോമഡേഷൻ കിട്ടുകയാണെങ്കിൽ അവർ ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. സോ അത് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഹോസ്റ്റലിൽ അതുപോലെ തന്നെ ക്യാമ്പസ് വൈഫൈയിലൊക്കെ നമ്മൾ കാണിക്കേണ്ട ഡിസിപ്ലിൻ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അവർ ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ ആക്ഷൻ എടുക്കുമെന്നൊക്കെയാണ് അവർ ഈ ഒരു പെർട്ടിക്കുലർ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷനിൽ മെൻഷൻ ചെയ്യുന്നത്. സോ ഇത്രയാണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന Annexure 1-ലെ ആപ്ലിക്കേഷൻ ഫോമാണ് ഇത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ പ്രിൻറ്റ് ചെയ്തിട്ട് അതിൽ ഫില്ലപ്പ് ചെയ്യേണ്ടത്. സോ ഇതിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ഫോട്ടോഗ്രാഫ്, അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ്, നിങ്ങളുടെ ഇതുവരെയുള്ള ക്വാളിഫിക്കേഷൻസ്, ദെൻ ഇപ്പോൾ പേഴ്സ് ചെയ്യുന്ന കോഴ്സ്, അതിൻ്റെ ഇയേഴ്സ്, മന്ത്, ഡേറ്റ് ഓഫ് ജോയിനിങ് അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ദെൻ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ, സൂപ്പർവൈസറുടെ പേര്, ഡ്യൂറേഷൻ, ദെൻ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നൈസർ ക്യാമ്പസിൽ ഹോസ്റ്റൽ അക്കോമഡേഷൻ ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ നൈസറിൽ ലൈബ്രറി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഫെസിലിറ്റി വൈഫൈ ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം പ്രിൻറ്റ് ചെയ്തെടുക്കുക. ദെൻ നിങ്ങളുടെ HOD-യുടെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കുക. ഇത് രണ്ടും കൂടി സ്കാൻ ചെയ്തിട്ട് ഒരു സിംഗിൾ PDF ആക്കി ഈ ഒരു മെയിലിലോട്ട് നിങ്ങൾ ഒരു കവർ ലെറ്റർ കൂടി വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. സോ ഇത്രയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് അഥവാ നൈസർ ഭുവനേശ്വർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി, സമ്മർ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. സോ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് എസ്പെഷ്യലി ഫോർ സയൻസ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഏരിയസ്. സോ നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ദെൻ മോർ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. So thank you for watching.